സൈനിക ലക്ഷ്യങ്ങൾ മറയ്ക്കാൻ സിവിലിയൻ പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് ചൈന അതിന്റെ ബഹിരാകാശ ശേഷി വർദ്ധിപ്പിക്കുകയാണെന്ന് നാസയുടെ തലവൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അമേരിക്ക ജാഗ്രത പാലിക്കണമെന്നാണ് നാസയുടെ മുന്നറിയിപ്പുള്ളത്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ചൈന അസാധാരണമായ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ബഹിരാകാശ ദൗത്യത്തിൽ. പക്ഷെ അവ വളരെ രഹസ്യമായാണ് നടത്തിയിട്ടുള്ളത്. നാസ അഡ്മിനിസ്ട്രേറ്റർ ബിൽ നെൽസൺ ക്യാപിറ്റോൾ ഹില്ലിലെ നിയമനിർമ്മാതാക്കളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ചൈനയുടെ സിവിലിയൻ ബഹിരാകാശ പദ്ധതി എന്ന് വിളിക്കപ്പെടുന്ന പലതും ഒരു സൈനിക പരിപാടിയാണെന്നാണ് വിശകലനത്തിൽ അറിയാൻ സാധിക്കുന്നത്. ഇത്രയും പദ്ധതികളുമായി ഒരുങ്ങുന്ന ചൈനയോടൊപ്പം നാസയും അമേരിക്കയും ഒരു ബഹിരാകാശ റേസിലാണ് ഇപ്പോൾ ഉള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2025 നാസയുടെ ബജറ്റിനെ കുറിച്ച് ഹൗസ് അപ്രോപ്രിയേഷൻ കമ്മിറ്റിക്ക് മുമ്പാകെ സാക്ഷ്യപ്പെടുത്തുന്നതിനിടെയാണ് നെൽസന്റെ ഈ അഭിപ്രായങ്ങൾ. ഇരു രാജ്യങ്ങളും ചാന്ദ്ര ദൗത്യങ്ങൾ പിന്തുടരുന്നതിനാൽ ചൈനയ്ക്ക് മുമ്പ് അമേരിക്ക വീണ്ടും ചന്ദ്രനിൽ ഇറങ്ങണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ചൈനയുടെ ബീജിംഗ് ആദ്യം എത്തുക എന്നതിൽ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. കാരണം പല പദ്ധതികളും രഹസ്യമായി നടത്തുന്ന രാജ്യമാണ് ചൈന. 2022 ചൈനയ്ക്ക് ബഹിരാകാശ പദ്ധതികൾ ഉണ്ടായിരുന്നു. ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ബഹിരാകാശത്ത് ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കുകയും നിരവധി ചാന്ദ്ര ഭ്രമണ പഥങ്ങളും സാമ്പിൾ വീണ്ടെടുക്കൽ ദൗത്യങ്ങളും സ്ഥാപിക്കുകയും ചെയ്യുക എന്നതാണ് ചൈനയുടെ ദൗത്യം. അന്നു മുതൽ 2026 ആർടെമിസ് 3 ദൗത്യത്തിലൂടെ ബഹിരാകാശ യാത്രികരെ ചന്ദ്രനിൽ എത്തിക്കുക എന്ന പദ്ധതിയിൽ US ഉറച്ചു നിൽക്കുകയായിരുന്നു. മറുവശത്ത് 2030 മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയക്കാമെന്നാണ് ചൈനയുടെ പ്രതീക്ഷ. ബഹിരാകാശ ദൗത്യത്തിൽ ഏർപ്പെടാൻ ചൈനയ്ക്ക് ആവശ്യത്തിലേറെ ബജറ്റുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്ക അവരുടെ നീക്കങ്ങളെ ഭയക്കേണ്ടിയിരിക്കുന്നു എന്നും നാസ ഗവേഷകർ കൂട്ടിച്ചേർത്തു. ലോകമെമ്പാടും പ്രവർത്തിക്കാൻ US സൈന്യം വളരെയധികം ആശ്രയിക്കുന്ന ഉപഗ്രഹങ്ങളെ നശിപ്പിക്കാനോ പ്രവർത്തനരഹിതമാക്കാനോ ഹൈജാക്ക് ചെയ്യാനോ കഴിയുന്ന ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ഒരു നിര ചൈന പരീക്ഷിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. US പ്രതിരോധ വകുപ്പ് ഉദ്യോഗസ്ഥരും വിദഗ്ധരും പറയുന്നത് ഇങ്ങനെയാണ്: ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെ കണക്കനുസരിച്ച് 2019 2021 ഇടയിൽ ഭ്രമണപഥത്തിലെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 250 നിന്ന് 499 ചൈന ഇരട്ടിയാക്കി. കൂടുതൽ വികസിത സ്പൈ ബലൂണുകളും ഹൈപ്പർസോണിക് മിസൈലുകളും വികസിപ്പിച്ചെടുക്കുകയും ചെയ്യുന്നു. അത് ഭൂരിഭാഗം വിമാനങ്ങളും പറക്കുന്ന ഉയരത്തിന് മുകളിലുമാണ്. എന്നാൽ ഉപഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിന് താഴെയാണ് എന്നുമാണ് USന്റെ കണ്ടെത്തൽ. എന്നാൽ ചൈനയുടെ രഹസ്യ പദ്ധതികളെക്കുറിച്ചുള്ള അമേരിക്കയുടെ ഈ പ്രസ്താവനകളെ ചൈന എതിർക്കുകയാണ് ചെയ്തത്. USന്റെ തങ്ങളുടെ മേലുള്ള കടന്നുകയറ്റം അനുവദനീയമല്ല എന്നുമാണ് ചൈനയുടെ പക്ഷം.